Okay, good afternoon, everyone. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Yes, good afternoon once again. Okay, so let's start today's class with prayer. prayer ഞാനാണ്. Okay. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോവിലേ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. ഒരു ചേരു കൈത്തിരിയേന്തി ഞാൻ നിന്റെ അരികിലായി അർച്ചനയ്ക്കെത്തുകിൽ, അറിവിൻ കടാക്ഷങ്ങളേകണേ, എൻ്റെ കരളിലമൃതം പൊഴിക്കണേ. അവിവേകശാലികൾ പാപികൾ ഞങ്ങളഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, പരമപ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണേ മാപ്പു നീ ഈശ്വരാ. Okay, yeah, okay, Mridula. Then thought of the day or signing. Thought of the ഞാനാണ്. Life is like riding a bicycle. To keep your balance, you must keep moving. Albert Einstein. Yes, okay, then signing. Signing ഞാനാണ് madam. Nisha. Okay, Isha, start you. I am telling an English story, The Dog and the Ant. An ant filling into the water. A dog spotted the struggling, and she broke a leaf and threw it near the ant, and climbed gratefully onto it, and led their two exhausted to thank the dog. A few weeks later, a hunter came to the forest to snare some birds. He spread his nest and settled down to the wait quickly for his first victim. The hand who was passing by saw these preparations. Just then, she saw the dog flying sweetly towards one of the hunter's net. The hand quickly hit the hunter on his throat and made him cry loudly in pain. Oh, oh, oh my God! The dog looked down to see where the noses was coming from, and, and noticed the hunter and his next net. She flew away to another part of the forest. The ant went back about her daily business. Understanding this story, one good turn deserves another good. Another. Thank you. Yeah, okay, Nisha. Okay. Then how are you all? Fine, ma'am. Fine, ma'am. Fine, ma'am. How are you, ma'am? Yeah, I'm Fine, okay. ma'am. Okay. So class എങ്ങനെ പോകുന്നുണ്ട്? Okay ആണോ? Okay, ma'am. Okay. Okay, ma'am. Okay, ma'am. ഓക്കെ മാം. ആക്റ്റീവ് ആണ് എല്ലാവരും? അതെ. 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 Very good. Okay. So നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇംഗ്ലീഷ്. Ready? Ready, ma'am. ആണ്. Cool എല്ലാവരും? Relaxed അല്ലേ? അതെ. 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 ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഇംഗ്ലീഷ് ആണ് എന്ന് വിചാരിച്ച് ടെൻഷൻ ഒന്നുമില്ല എല്ലാവർക്കും? ഇല്ല. ഇല്ല. Cool ആണ്. Yeah, very good. Okay. So next നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കാം. നിങ്ങളുടെ കയ്യില് നോട്ട്സോ എന്തെങ്കിലും കയ്യിലുണ്ടോ? ടെക്സ്റ്റോ ഉണ്ടോ? Yes, ma'am. ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. യൂണിറ്റ് 1 ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. ഓക്കെ,
നമ്മള് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷുകളാണ്. ക്ലാസ് റൂം ഇംഗ്ലീഷ് അറിയാലോ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് പിടിച്ചൊടിക്കുക അല്ലെ, ഗ്രീറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മള് പണ്ടത്തെ കാലത്തെ ക്ലാസ് അല്ല, നമ്മൾ പഠിക്കുന്ന ടൈമിൽ ആലോചിച്ചാൽ മതിയല്ലോ. ടീച്ചർ വന്ന് കയറുമ്പോൾ എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് ടീച്ചർ അല്ലെ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, ഉണ്ടാവും കേട്ടോ, സ്കൂളിലൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രീറ്റിംഗ്സ് ആണ്, അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൽ പ്രത്യേകിച്ചും എനിക്കൊന്നും പറയാനോ പഠിപ്പിക്കാനോ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുള്ളത്. സോ നിങ്ങൾ നന്നായിട്ട് വായിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ വായിക്കുക. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ മാം. ക്ലിയർ, യെസ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗ്രീറ്റിംഗ്സ് ഉണ്ട്, റിഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ സെൽഫ് എല്ലാവരും റിഡ്യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുക, ജസ്റ്റ് ഇൻട്രാക്ഷൻ ആണ്. ആ രീതിയിലൊക്കെ ഉള്ളതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഓൺ ദ നെക്സ്റ്റ് യൂണിറ്റ് 2. യൂണിറ്റ് 2 തുടങ്ങിയിട്ടാണ് നമുക്ക് പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2 മുതൽ അങ്ങോട്ട് നമുക്ക് എക്സാമിനുള്ളതൊക്കെ പഠിക്കാനുള്ളതാണ്. എക്സാമ്പിൾസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഗ്രാമർ ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന, ഗ്രാമർ ആണ്. ബേസിക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ആണ്, ബേസിക് ആണ്, ഒട്ടും അറിയാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോ എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ച് പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ടെക്സ്റ്റിലുള്ളത്. ഗ്രാമർ ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, അറിയാലോ, മോണ്ടിസോറി ആണ്. സോ കുഞ്ഞു മക്കളെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ബേസിക് ആണ് അല്ലെ. അപ്പൊ ആ ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് ഒരു ഐഡിയയും ഇല്ലാതെ നമ്മുടെ ക്ലാസ്സിൽ പോയി വെറുതെ ഇരുന്ന് പഠിപ്പിച്ചോണ്ടായോ? ഇല്ല, നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള ധാരണ വേണം. അത്യാവശ്യം അതിനെ കുറിച്ച് നോളജ് വേണം. എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന നോളജ് നമുക്ക് വേണം അല്ലെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം, ശരിയല്ലേ? യെസ് മാം. അപ്പൊ അതിനു വേണ്ടിയാണ് ടെക്സ്റ്റിൽ ഉള്ള പോർഷൻസ് എല്ലാം അതിന് വേണ്ടിയാണ്. സോ ബേസിക് ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കുക, ക്ലിയർ ചെയ്യുക. മിസ്സിന് എന്ത് വിചാരിക്കും എന്നുള്ള തോട്ട് ഒന്നും വേണ്ട. എനിക്കൊന്നും വിചാരിക്കും, ഞാൻ ഒന്നും വിചാരിക്കില്ല. ചോദിക്കുന്നത് അത്രയും നല്ലത്. കാരണം ഡൗട്ട് ചോദിക്കുന്നവരെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ ഡൗട്ട് വരാം അല്ലെ. ശ്രദ്ധിക്കാത്തവർക്ക് ഡൗട്ട് പൊതുവെ വരാറില്ല. സത്യം മാത്രം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡൗട്ടേ ഇല്ലായിരുന്നില്ല. കാരണം ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലായി. ഓക്കെ, സോ അതുകൊണ്ട് ഡൗട്ട് ചോദിച്ചുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നോട്ട്ബുക്ക് എടുത്തിരിക്കൂ എല്ലാവരും. എല്ലാവരുടെയും നോട്ട്ബുക്ക് ഉണ്ടല്ലോ അല്ലെ. നോട്ട്ബുക്ക് എടുക്കാം. ചാപ്റ്ററിന്റെ പേര് ഇതിന് ചോദിച്ചിരുന്നു എന്നോട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നൗൺ ആൻഡ് പ്രോണൗൺ. യൂണിറ്റ് 2 ഏതാണ്? നൗൺ ആൻഡ് പ്രോണൗൺ ആണ്. സോ നൗൺ എന്താണ്, പ്രോണൗൺ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ?
അറിയാവുന്ന മാം ഞാൻ ന്യൂ സ്റ്റുഡന്റ് ആണ്. Noun എന്ന് പറഞ്ഞ നാമങ്ങളാണ്. നാമം സർവനാമം. ഓക്കെ. എന്തോ ആരൊക്കെ പറഞ്ഞല്ലോ പുതിയ സ്റ്റുഡന്റ് ആണെന്ന്, അങ്ങനത്തെ ഞാൻ ആ കേട്ടു. ഞാൻ ന്യൂ സ്റ്റുഡന്റ് ആണ്. എനിക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. ടെക്സ്റ്റിന്റെ PDF കിട്ടിയിട്ടില്ല. അപ്പം അത് കൊറിയർ ചെയ്തേക്കാന്ന് അവര് പറഞ്ഞിരുന്നേ. ഇപ്പൊ കിട്ടും കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുവരെ സ്ക്രീനിലോട്ട് നോക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ശ്രദ്ധിച്ചിരിക്കാം. നോട്ട് ചെയ്തെടുക്കുക. എന്താ നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കയ്യില് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ പോലും എന്നല്ല, ടെക്സ്റ്റ് വേണം. പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്ക് നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റ് നോട്ട് സോ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് നോട്ടാണോ? സെപ്പറേറ്റ് നോട്ട് വേണം ഇംഗ്ലീഷ്. കാരണം ടെക്സ്റ്റില് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്. നമുക്ക് എക്സ്പ്ലനേഷൻ വേണം. കാരണം ടെക്സ്റ്റില്ലാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ നോട്ടിൽ എഴുതാൻ പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും ടെക്സ്റ്റും നോട്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. അതിനുവേണ്ടിയാണ്. അപ്പൊ നൗൺ എന്താന്ന് പറഞ്ഞു അല്ലെ? നൗൺ നാമം, പ്രോണൗൺ സർവനാമം അല്ലെ? നമ്മൾ പണ്ട് ഗ്രാമർ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ് നാമം സർവനാമം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നൗൺ എന്താണ്? നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ ഓർ പ്ലേസ് ഓർ തിങ്. എഴുതിക്കോളൂ കേട്ടോ. നൗൺ എന്ന് ഹെഡിങ് കൊടുക്കാം. അതിനോട് ഡെഫിനിഷൻ ചെയ്താ. ഡെഫിനിഷൻ അല്ല, എന്നാൽ നൗൺ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. The noun is the name of a person, place or thing. Noun is the name of a person, place, animal or thing. എന്തുവാ? ഓക്കെ, അത് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ സ്വന്തം നോട്ടാണ്, ആരും അത് നോക്കില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എഴുതാം. ഇംഗ്ലീഷിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. ഇംഗ്ലീഷിൽ എഴുതാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ എഴുതി വെക്കുക. കാരണം ഈ കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗ്രാമറിനെ കുറിച്ച് ഡൗട്ട് വന്നാൽ ഈ നോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. സോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നോട്ട് എഴുതുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം. ക്ലിയർ? ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എഴുതുന്ന ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. ക്ലിയർ ആണോ? യെസ് മാം. ക്ലാസ് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയില്ലേ? കുറെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ സോ അപ്പൊ നൗൺ എന്താണെന്ന് മനസ്സിലായി. The noun is the name of a person, place, animal or thing. ശരി, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പേരാണ്. നമ്മൾ കാണുന്ന, നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തൊരു സാധനത്തിനും അല്ലെ, അത് മനുഷ്യനായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ഒരു സ്ഥലത്തിന്റെ പേരായിക്കോട്ടെ, എന്തെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും അതിന്റെ പേരുണ്ട്. ശരിയല്ലേ? നമ്മൾ എവിടെ നോക്കിയാലും അറിയുള്ളൂ. അതാണ് നൗൺ. നിങ്ങൾ കയ്യിരിക്കുന്നത് എന്താണ്? അതിനൊരു പേരുണ്ട്. മൊബൈൽ ഫോൺ, പല പേരുണ്ട്, പല പേരെയും നമ്മൾ യൂസ് ചെയ്യും. മൊബൈൽ ഫോൺ ആണ്. കമ്പ്യൂട്ടർ, നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? ചെയർ, അതിനൊരു പേരുണ്ട് അല്ലെ? എല്ലാത്തിനും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തിനും പേരുണ്ട്. എനിക്കൊരു പേരുണ്ട് അല്ലെ? നിങ്ങൾക്കും പേരുണ്ട്. ഒരു കടക്കൊരു പേരുണ്ട്. ഷോപ്പ് എന്ന് പറയാൻ നമുക്കറിയാം കട എന്നാണ്. ആ കട എന്ന് പറയുന്ന ഒരു പേരല്ലേ? ഷോപ്പ് എന്ന് പറയുന്നത് ഒരു പേരല്ലേ? അല്ലെ? അപ്പൊ എല്ലാത്തിനും പേരുണ്ട്. അതാണ് എന്ത്? നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ് മാം. ക്ലിയർ ആണ്. വെരി ഗുഡ്. ഇനി നൗണിനെ തന്നെ നമ്മൾ കുറച്ച് കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട് അല്ലെ? Nouns are classified into 4 kinds. 4 kinds അല്ല, maybe 6 kinds ഉണ്ട്. Okay, first നമുക്ക് നോക്കാം. First one is a proper noun. Okay, so proper noun എഴുതി കൊടുക്കാം. നമ്മൾ എഴുതൂ. Nouns are classified into മാത്രം എഴുതിയാൽ മതി. ഇത്ര ടൈംസ് എഴുതിയെങ്കിൽ കുഴപ്പമില്ല. നൗണിനെ നമ്മള് കുറച്ച് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ ആണ്. സോ ഹെഡിങ് കൊടുക്കാം പ്രോപ്പർ നൗൺ. അപ്പൊ എന്താണ് പ്രോപ്പർ നൗൺ എന്ന് പഠിക്കണം. വാട്ട് ഈസ് പ്രോപ്പർ നൗൺ?
പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഒരു പേരുണ്ട് അല്ലെ. എന്റെ പേര് എന്താണ്? എനിക്കൊരു പേരുണ്ട് അശ്വതി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പേരുണ്ട് അല്ലെ. ഓരോരുത്തർക്കും ഒരു പേരുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു മൊബൈൽ ഫോണിന് പേരുണ്ട്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ കാര്യമല്ലോ, അതിനൊരു പേരുണ്ട്. ഐഫോൺ ആകാം, സാംസങ് ആകാം, നോക്കിയ ആകാം അല്ലെ. അതിനൊരു പേരുണ്ട്. ഇനി നിങ്ങൾ കാണുന്ന ടിവിക്ക് ഒരു പേരുണ്ട്, LG അല്ലെ. ഒരുപാട് പേരുണ്ട് അല്ലെ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു, ഷോപ്പ്. നമ്മള് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഹോട്ടൽ എന്നാണോ പറയാ? ആണോ? ഒരു പേര് പറയും. ആ പേര് പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ആ ഹോട്ടൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? Yes, ma'am. അതാണ് പ്രോപ്പർ നൗൺ. ഓക്കെ, ക്ലിയർ? അതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ടീച്ചർ നല്ലതാണ്, ടീച്ചർ എടുക്കുന്ന ക്ലാസ് നല്ലതാണ്. ആ കുട്ടി ചോദിക്കും ഏത് ടീച്ചർ എന്ന് ചോദിക്കും. കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഏത് ടീച്ചർ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർക്ക് ഒരു പേരുണ്ട്, ആ ടീച്ചർക്ക് ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്ട് ഉണ്ട് അല്ലെ. സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയണ്ടേ. എന്നെയാണ് നിങ്ങൾക്ക് പറയും അശ്വതി ടീച്ചർ എന്ന് പറഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് മനസ്സിലാവൂ. കാരണം എന്നെ പെർട്ടിക്കുലറായിട്ട് എന്നെ പറയണമെങ്കിൽ എന്റെ പേര് യൂസ് ചെയ്ത് പറയണം അല്ലെ. ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ടീച്ചർ? അശ്വതി ടീച്ചർ എന്ന് പറയുമ്പോൾ ഓക്കെ, അശ്വതി ടീച്ചർ പേര് മെൻഷൻ ചെയ്തത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയി അല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഏതാണ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എല്ലാവരും. പക്ഷെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വിളിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് വെച്ച് വിളിക്കണം. അതില് എന്താണ് സെയിം നെയിംസ് ഉള്ളവരുണ്ടാവും. എന്നാൽ അതിലും ഇനിഷ്യല് നോക്കിയിട്ടാണ് നമ്മൾ വിളിക്കുക. കുറെ അശ്വതിമാരുണ്ടാവാം അല്ലെ. അതിലേതാണ് ഇനിഷ്യല് വ്യത്യാസമുള്ളത്, സർനെയിം വ്യത്യാസമുള്ളവർക്ക് നമ്മൾ നോട്ട് ചെയ്ത് വിളിക്കും. അപ്പൊ എല്ലാവരെയും അവരെ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് മാറ്റി നിർത്തി സ്പെസിഫൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? പർട്ടിക്കുലർ നെയിമിന്റെ ബേസിലാണ് അല്ലെ. ഓരോരുത്തർക്കും എന്തിനും, ഏത് വസ്തുവിനായിക്കോട്ടെ, ഏത് ആനിമലിനായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ നമ്മളൊരു പെർട്ടിക്കുലർ നെയിം ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. Is it clear or not? അത്രക്ക് ക്ലിയർ അല്ലല്ലോ. എല്ലാവർക്കും ക്ലിയർ ആയോ? Clear, ma'am. Sure. Sure ആണോ? 35+ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ക്ലിയർ ആയോ? എല്ലാവരും കൂടി ചോദിക്കുന്നത് 35 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 35 സ്റ്റുഡൻസിനോട് കൂടിയായോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. Clear, ma'am. Yes, ma'am. ക്ലിയർ ആണ്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് കോമൺ നൗൺ. നിങ്ങൾ ഇപ്പൊ ഞാൻ പ്രോപ്പർ നൗൺ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് നിങ്ങൾ പ്രോപ്പർ നൗണിന്റെ ഹെഡിങ്ങിന് താഴെ എഴുതിയിരിക്കും. ഓക്കെ, എഴുതി കഴിയുമ്പോൾ പറയാം. എന്നിട്ട് ഞാൻ അടുത്ത നൗൺ പറയാൻ വേണ്ടിയാണ്. ഓക്കെ, കഴിഞ്ഞോ? Yes. കഴിഞ്ഞു. സോ നെക്സ്റ്റ് കോമൺ നൗൺ ആണ്. കോമൺ നൗൺ. ഓക്കെ, സോ പ്രോപ്പർ നൗൺ എന്താണെന്ന് മനസ്സിലായി. ഓരോരുത്തർക്കും പർട്ടിക്കുലർ നെയിം ഉണ്ട്, അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, സോ നമ്മൾ എല്ലാവരും ഏത് കാറ്റഗറി പെടുന്നവരാണ്? പ്രോപ്പർ നൗൺ. Common names. Common nouns. ആ കാറ്റഗറിയുടെ പേരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഗേൾ, Women. വുമൺ എന്നൊക്കെ പറയാം. മെൻ, ഇതൊക്കെ എന്താണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ് അല്ലെ. പിന്നെന്താണ് അനിമൽ, ഇതെല്ലാം മൊത്തത്തിൽ പറയുന്നതാണ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അനിമൽ. വിച്ച് അനിമൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഡോഗ്. എന്നാലും ഡോഗ് ഒരു കാറ്റഗറി തന്നെയാണ് അല്ലെ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റിന് പേരിട്ടാലും അത് പ്രോപ്പർ നൗൺ ആയി. പക്ഷെ ഡോഗ് എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗൺ ആണ്.
എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ ടോക്ക് പറയുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്കുള്ളത് വുമൺ. നിങ്ങളാണെങ്കിൽ സ്റ്റുഡൻസ് അല്ലെ, സ്റ്റുഡൻസ്, കൊളീഗ്സ്, ഇതെല്ലാം കോമൺ നൗൺ ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാം കോമൺ നൗണിൽ പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോ പ്ലേസ് ആണെങ്കിൽ എല്ലാ സ്ഥലങ്ങൾക്കും ഒരു പർട്ടിക്കുലർ നെയിം ഉണ്ട്. എറണാകുളം, തൃശ്ശൂർ, കൊല്ലം, ഇതെല്ലാം പ്രോപ്പർ നൗൺ ആണെങ്കിൽ അതിന്റെ കോമൺ നൗൺ എന്താണ്? ഇതെല്ലാം എന്താണ്? പ്ലേസ്. പ്ലേസ് ആണ്. അപ്പൊ പ്ലേസ് ഇസ് എ കോമൺ നൗൺ ഓർ കോമൺ നെയിം അല്ലെ. ഹോട്ടലിന് പല പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹോട്ടൽ എന്തായിട്ട് വരും? ഹോട്ടൽ എന്ന് പറയുന്ന വേർഡ് കോമൺ നൗൺ. കോമൺ നൗൺ ആണ്. ഹോട്ടലിന് പെർട്ടിക്കുലർ പേരിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ KR ബേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നെയിം ആയതുകൊണ്ട് KR ബേക്കേഴ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. പക്ഷെ ബേക്കറി എന്ന് പറഞ്ഞാലോ കോമൺ നൗൺ. കോമൺലി യൂസ് ചെയ്യുന്നല്ലേ, അപ്പൊ കോമൺ നൗൺ ആണ്. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ നൗൺ. ജ്വല്ലറിക്ക് ഒരു പേര് കൂട്ടിയാണ് നമ്മൾ പറയുന്നെങ്കിൽ കോമൺ നൗൺ എന്താണെന്നും പ്രോപ്പർ നൗൺ എന്താണെന്നും മനസ്സിലായോ? യെസ്. Clear? Noun, what is noun and what is pronoun? Sorry, what is noun, what is proper noun, what is common noun? ഈ മൂന്നെണ്ണം ക്ലിയർ ആയോ? മാം. Clear? Yes. So ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരാ റെഡി ആയിട്ടിരിക്കാം? ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? Noun, what is noun, what is proper noun, what is common noun? നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് മാത്രം പറയാം. തെറ്റിയാൽ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറയാം മാത്സ്. നൗൺ എന്ന് പറയുന്നത് ഒരു പേര്, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആനിമൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെത് അങ്ങനെയുള്ളതാണ് നൗൺ. അതിനെ ക്ലാസിഫൈഡ് ചെയ്യുന്നത് പ്രോപ്പർ നൗൺസും കോമൺ നൗൺസും. അതിൽ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത് നെയിം മാത്രം മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ പേര് നിത്യ അല്ലെങ്കിൽ ദേവു അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് അങ്ങനെ നെയിം മെൻഷൻ ചെയ്യുന്നതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നു. കോമൺ നൗൺ എന്ന് പറയുമ്പം കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പം ബോയ്സ് അല്ലെങ്കിൽ ഗേൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസ് അങ്ങനെയുള്ളതിനെ പറയുന്നത് കോമൺ നൗൺസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഞാൻ പറയാം മാഡം. The noun is the name of the person or place or things. The noun classified 4 types. The first one, proper noun. Proper noun is the particular name. And the next, second, common nouns. Common nouns are also included proper noun, not a particular name. Totally included a fixed names. ശരിയാണോ? ഞാൻ ഉണ്ടാക്കി പറഞ്ഞു. താങ്ക് യു മാം. എനിക്ക് പറയാൻ പറ്റുമോന്നൊന്ന് ജസ്റ്റ് ടെസ്റ്റ് അടിച്ചു നോക്കിയ. യെസ് മാം. ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ, പേടിച്ചൊന്നിരിക്കട്ടോ, കൂളായിട്ടിരിക്കോ. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഓക്കെ, എന്താണെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ എപ്പോഴും chill and enjoy ചെയ്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? അഞ്ജലി അല്ലേ പറയാന്ന് പറഞ്ഞേ? ഞാൻ പറയാം. നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം ഓഫ് ദി പേഴ്സൺ, തിങ് അല്ലെങ്കിൽ പ്ലേസ്, ഇതൊക്കെ നൗൺസ് ആണ്. നൗൺസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള രണ്ടെണ്ണമാണ് പ്രോപ്പർ നൗണും കോമൺ നൗണും. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അവർക്കൊരു നെയിം ഉണ്ടാവും, അതാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനിമൽസ് എന്ന് പറയുന്നതൊക്കെ കോമൺ നൗണിൽ വരും. അവരെന്നെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നതായിരിക്കും കോമൺ നൗൺ. ശരിയാണ് മാം? ഓക്കെ, then who's next? ഞാൻ പറയാം.
ആരാ പറയണ? ഞാൻ Noun പറയാം. എന്ന് പറയുന്നത് noun is the name of a person, place or thing. Noun 4 ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗണിൽ വരുന്നത് ഇപ്പൊ നമ്മളെ പേര് നിഷ എന്നാണെങ്കിൽ നിഷ, പിന്നെ അതായത് നമ്മളെ സ്ഥലത്തിന്റെ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാം പേരാണെങ്കിൽ ഇപ്പം കണ്ണൂർന്നാണെങ്കിൽ കണ്ണൂരിൽ വെക്കാം. അങ്ങനെ ഓരോ പ്ലേസിന്റെ പേര് വരും. പിന്നെ രണ്ടാമതായിട്ട് ക്ലാസിഫൈ ചെയ്തത് കോമൺ നൗൺ ആണ്. കോമൺ നൗണിൽ വരുന്നത് ഇപ്പൊ നമ്മളെല്ലാം കൂടിയിട്ട് വുമൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ വുമൺ എന്ന് വരും. പിന്നെ ബോയ് ഗേൾ എന്നുള്ളത് അതും ഒരു കോമൺ നെയിമായി കോമൺ നൗൺസിൽ വരുന്നതാണ്. പിന്നെ മിസ് നേരത്തെ പറഞ്ഞ പോലെ ജ്വല്ലറി ജ്വല്ലറി എന്ന് പറഞ്ഞ ഒരു കോമൺ നൗണിൽ വരും. ആ ജ്വല്ലറിക്ക് ഒരു നെയിം വെക്കുമ്പോ ഇപ്പം ഐശ്വര്യ ജ്വല്ലറി എന്നാകുമ്പോൾ അതൊരു പ്രോപ്പർ നൗൺ ആയിട്ട് മാറും. കറക്റ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇന്നത് പഠിക്കുക കോമൺ നൗൺ ഇതൊക്കെയാണ് കോമൺ നൗൺ ഇതൊക്കെയാണ് പ്രോപ്പർ നൗൺ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ ടെൻസ് കൊണ്ട് ആലോചിക്കുക. ഓക്കെ, ഇത് ആലോചിക്കുമ്പോൾ ഇത് പ്രോപ്പർ നൗൺ ആണ്, ഇത് കോമൺ നൗൺ ആണ്, നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട ഒന്നാണ്. സോ ഇതെല്ലാം പഠിക്കേണ്ടത് മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത് ബൈ ഹാർട്ട്. ഓക്കെ, ഇതെല്ലാം കോമൺ നൗൺ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്താൽ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഓക്കെ ഇത് ഏത് നൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. സോ മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് മുംതാസ് പറയൂ. ഞാൻ കുറെ പ്രാവശ്യമായി ഓണാക്കുന്നത്. The noun is the name of a person, place, animals or things. പിന്നെ nouns are classified into 4 types. Proper noun, common noun. Proper noun introduced by particularly a name. ഒരു പേര് വെച്ചിട്ട് പറയണതാണ് പ്രോപ്പർ നൗൺ. കോമൺ നൗൺ ആകുമ്പോൾ കാറ്റഗറി, പ്ലേസ് അല്ലെങ്കിൽ ഒരു പേര് കൂട്ടി, അതായത് ഇപ്പൊ ജ്വല്ലറിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ പേര് കൂട്ടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗണിൽ പെടും. അല്ലാതെ പൊതുവെ അതിനെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കോമൺ നൗണിൽ ഉൾപ്പെടും. താങ്ക് യു മിസ്. ഞാൻ പറയാം. Noun is the name of a person or place. എന്തുമാവാം, പേരോ പിന്നെ സ്ഥലോ എന്തും ആവാം. നമ്മൾ അതിൽ രണ്ട് ക്ലാസിഫൈഡ് നൗൺസിനെ നമ്മൾ 4ആയി തിരിക്കും. അതിൽ പ്രോപ്പർ നൗണും കോമൺ നൗണും ആണ് നമ്മളിപ്പോ പഠിച്ചത്. അതിൽ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഒരു പേര് എടുത്ത് മനുഷ്യന്റെ പേര്, സ്ഥലത്തിൽ അതായത് കണ്ണൂര് അറിയും, തിരുവനന്തപുരം പറയും, ആലപ്പുഴ, അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തെ എടുത്ത് പറയുമ്പോൾ പ്രോപ്പർ നൗണ്. കോമൺ നൗൺ പറയുമ്പോൾ ആനിമൽ, റിവർ, ചെയർ, പ്ലേസ്, ആ പ്ലേസിൽ ഒന്ന് എടുത്ത് പറയുമ്പോഴാണ് അത് പ്രോപ്പർ നൗൺ ആയി മാറുന്നത്. Okay, yeah, correct. Then ഇനി ആരാ? അതില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോ മാക്സിമം നിങ്ങൾ കിട്ടുന്ന എല്ലാ അവസരങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാട്ടോ. കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന പേടി അല്ലെ, മിക്കവർക്കും മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ വരെയും പേടിയുണ്ടാവും. ആ പേടിയൊക്കെ മാറ്റണം. നിങ്ങൾ ടീച്ചേഴ്സ് അല്ലേ? നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. സോ ടീച്ചർമാർക്ക് പേടി പാടില്ല. നിന്നെ പേടിക്കട്ടെ. ഓക്കെ, നിങ്ങള് പഠിപ്പിക്കണ്ടേ? തുടർന്ന് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ധൈര്യം വരും. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുന്നത് അതിന് വേണ്ടിയൊക്കെ തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവും പേടി. അപ്പൊ ഈ പറഞ്ഞ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത് ആ പേടിയെല്ലാം പോകണ്ടേ? സോ ഈ കോഴ്സിലൂടെ നിങ്ങൾ ആ പേടിയെല്ലാം മാറ്റി നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് പോകുമ്പോ നമുക്കത് മനസ്സിലാവും. ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ പേടി തമ്മിൽ ചെയ്യുന്നത് നിങ്ങൾ പറയും. കൂളായിട്ട് ക്ലാസ് എടുത്തു എന്ന് പറയും. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും ഓപ്പർച്യൂണിറ്റി വരുന്നതെന്നിരിക്കും. ഓക്കെ, ക്ലിയർ? ക്ലിയർ മാം. ഇനി ആരാണ് പറയാനുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആരാണ്? മാം ഞാൻ പറയാം. Noun. The noun is the name of a person, place or things. Actually, so basically noun is classified into 4. In that we discussed about proper noun and common noun. Proper noun is a specific name for a person, place, etc. Example, Nisha, a name like Nisha, Kannur, Tamil Nadu, etc. Common noun is also known as
also a noun refer to a person or things. Example, boy, state, district, chair, cow, etc. Okay. Then ഞാൻ ആരാ പറയാ? മളവിക പറയൂ. Noun is the name of a person, place, or thing. Nouns are classified into 4. Now we discussed proper noun and common noun. Proper noun means a name used for an individual person, place, thing, etc. Then common noun means is a general term for a person, place, thing, or etc. Yes. Okay, മളവിക. Then ഇനി ആരെങ്കിലുണ്ടോ? പറയുന്നുണ്ടോ? ആരുമില്ല. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനേ പറഞ്ഞോളൂ ഞാൻ. കുറച്ചുകൂടെ കഴിയുമ്പോ നമ്മൾ ക്യാമറയും കൂടെ ഓൺ ചെയ്തിട്ട് പറയാം. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടി വന്നാലോ, അല്ലേ? അപ്പൊ ആ ഒരു പേടി പോണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ നിങ്ങൾ ഞാൻ ഫോളോ ചെയ്യാട്ടോ. ഓക്കെ, സോ എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ആണ് എല്ലാവർക്കും? ഇംഗ്ലീഷ് ടീച്ചർ ഓക്കെ ആണോ? ഈ യെസ് മാം മാത്രമേ ഉള്ളൂ കയ്യില്, വേറെ ഒന്നും പറയാനൊന്നുമില്ലേ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മാം. സിമ്പിൾ ആയിട്ട് മാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? എന്താണ് കുറച്ച് പേരൊക്കെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താണ് ക്ലാസ്സിൽ ഉണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ ഉറങ്ങാണോ? നല്ല ടൈം അല്ലേ? ഫുഡ് കഴിച്ച് ഉറങ്ങേണ്ട ടൈം, കഴിക്കേണ്ട ടൈം. സോ അതുകൊണ്ട് ക്ലാസ്സിൽ ഉണ്ടോ എല്ലാവരും? അല്ലെങ്കിൽ വെറുതെ ഓണാക്കി വെച്ചിട്ട് പോയൊക്കെയാണോ? ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഓക്കെ, സോ മാക്സിമം സംസാരിക്കാട്ടോ. ഓക്കെ, സോ ഇന്ന് ഇത്ര എടുത്താൽ മതിയോ? ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ ചെയ്യണം മാം. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ആബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ, നമുക്ക് നമ്മുടെ സെൻസ് യൂസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത എന്ത് വേർഡാണ്, വേർഡുകളെ നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ എന്നാ പറയാം. ഓക്കെ, ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ്. എക്സാമ്പിൾ, ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഓർമ്മ വരുന്നുണ്ടോ? കുട്ടിക്കാലം. കുട്ടിക്കാലമാണ്. ആ വസ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വസ്തുവാണോ? അത് എന്താണത്? അല്ല, നമ്മുടെ ഒരു കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ വേർഡ് കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നുണ്ടോ? എന്താണ്? ഓർക്കാൻ മാത്രം പറ്റുന്നു. ഓർക്കാൻ പറ്റുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ? അങ്ങനെയുള്ള വേർഡുകളെല്ലാം ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ഈഗോ എന്താണ്? കേട്ടിട്ടുണ്ട്, ആ വേർഡ് കേട്ടിട്ടുണ്ട്, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അല്ലെ? ഈഗോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ, ഫീൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നുണ്ടോ ആ വേർഡ് എന്താണെന്നുള്ളത്? ഒരിക്കലില്ല. ഇല്ല. അപ്പൊ അതെന്താണ്? അപ്പൊ ഏത് നൗണാണ്? ആബ്സ്ട്രാക്ട് നൗൺ. യെസ്, ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓക്കെ, ചെയർ എന്ന് പറയുന്ന വേർഡ് ഏത് നൗണിൽ കൂടെ? അപ്പൊ പ്രോപ്പർ നൗൺ. കോമൺ നൗൺ അല്ല? ചെയർ കോമൺ നൗൺ ആണ്. ഹാപ്പി അബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ. ഇന്ത്യ പ്രോപ്പർ നൗൺ ആണ് മാം. പ്രോപ്പർ നൗൺ. യെസ്, പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ,
mother. Common noun. Common noun പറയും mother. Patience. Abstract noun. Abstract. ഏത് പേഷ്യൻസ് ആണ് മാം? ഏത് പേഷ്യൻസ് ആണ്? ക്ഷമയാണ്, ക്ഷമ. അത് അബ്സ്ട്രാക്ട് നൗൺ ആണ് മാം. ഞാൻ ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ചോദിച്ചത് പേഷ്യൻസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പൊ പ്രോപ്പർ നൗൺ കഴിഞ്ഞു, കോമൺ നൗൺ കഴിഞ്ഞു, അബ്സ്ട്രാക്ട് നൗൺ കഴിഞ്ഞു. മൂന്നും ക്ലിയർ അല്ലേ? മാം ഇതിന്റെ കറക്റ്റ് അബ്സ്ട്രാക്ട് നൗണിന്റെ അബ്സ്ട്രാക്ട് നൗൺ ഡെഫിനിഷൻ എന്ന് പറയാം. നമ്മുടെ 5 സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓക്കെ, an abstract noun is a noun that refers to something non-physical, something conceptual that you can perceive directly with your sense. We can observe with our sense. Okay, 5 sense. നമുക്ക് 5 സെൻസ് ഉണ്ട് അല്ലെ? 5 സെൻസും കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത നൗണിനെയാണ് abstract noun എന്ന് പറയാ. ഓക്കെ, സോ ഈ 3 സെൻസ് ക്ലിയർ ആയില്ലേ? സെൻസ് അല്ല, സോറി, നൗണ് ക്ലിയർ ആയില്ലേ? ക്ലിയർ? Yes, clear. ക്ലിയർ ആണ്. ഓക്കെ, ദെൻ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ ആയിരുന്നു. കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തെ പറയുന്ന ഒരു നൗൺ ആണ് കളക്റ്റീവ് നൗൺ. ഒരു കൂട്ടത്തെ പറയുന്ന ഒരു പേരിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് അല്ലെ? ഒരു കൂട്ടം എന്ന് പറയുമ്പോ ഇതൊക്കെ വരാം. ഒരു കൂട്ടം സ്റ്റുഡൻസ് ഇരിക്കുന്ന എവിടെയാണ്? ബെഞ്ച്, ക്ലാസ് റൂം. Class, the name is a collective noun. Okay, class. പിന്നെന്താണ് കളക്റ്റീവ് നൗൺ പറയാ? ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടം ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഒരു സർക്കിളിന് നമ്മൾ എന്താ പറയാ? വേർഡ് പറയാം, ഗ്യാങ് എന്നൊക്കെ പറയാം. യെസ്, ഗ്യാങ്. അതൊരു കളക്റ്റീവ് നൗൺ. ഓക്കെ, ഫ്ലോക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അത് കളക്റ്റീവ് നൗൺ ആണ്. ഫ്ലോക്ക് മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ പറയുന്ന ഫ്ലോക്ക്. ഓക്കെ, അത് കളക്റ്റീവ് നൗൺ ആണ്. സോ കളക്റ്റീവ് നൗൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നൗൺ കിട്ടും. ഓക്കെ, നമുക്ക് അറിയാത്ത കുറേ വേർഡ്സ് കിട്ടും. അതെല്ലാം നോട്ട് ചെയ്ത് ഇപ്പൊ ഈ പറയുന്ന കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞ താഴെ എഴുതി വെക്കാം. ഓക്കെ, ഒരു കൂട്ടം ബേർഡ്സിനെ പറയുന്നുണ്ട്, ഒരു കൂട്ടം ആനിമൽസിനെ പറയുന്നുണ്ട്, ഒരു കൂട്ടം ബോട്ടുകളെ പറയുന്നുണ്ട്, ഒരു കൂട്ടം ആടുകളെ പറയുന്നുണ്ട്, ഷീപ്പ്, ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു കൂട്ടത്തെ പറയുന്ന ഒരുപാട് നെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ മാക്സിമം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിച്ചു വെക്കും. ഇത് പഠിക്കേണ്ടതാണ് കേട്ടോ, ഇത് പഠിക്കണം. എന്തായാലും പഠിച്ചേ പറ്റും. കാരണം വേർഡ്സ് ഇപ്പോ കുറച്ച് 4 ഓപ്ഷൻസ് തന്നിട്ട് which is the collective noun, identify which is the collective noun എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ 4 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ കളക്റ്റീവ് നൗൺ കണ്ടുപിടിക്കണമെങ്കിൽ ആ കളക്റ്റീവ് നൗൺ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം അല്ലേ? അല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. കളക്റ്റീവ് നൗണിന്റെ പേര് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് കളക്റ്റീവ് നൗൺ മാത്രം പഠിക്കേണ്ട ഒന്നാണ്. ക്ലിയർ? ക്ലിയർ ആണോ? ഒരുപാട് കളക്റ്റീവ് നൗൺസ് നോക്കിയിട്ട് വരാം. ക്ലാസ്സിൽ വരുമ്പോൾ കളക്റ്റീവ് നൗൺ എന്നല്ല, നിങ്ങൾ ഈ പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ് നൗൺ ഈ 4 നൗണിനും എക്സാമ്പിൾസ് വീണ്ടും നോക്കിയിട്ട് വരാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. അത് എന്താണ് കളക്റ്റീവ് നൗൺ, എന്താണ് ആബ്സ്ട്രാക്ട് നൗൺ, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആകും. സോ പിന്നെ
പിന്നെ എല്ലാം സിമ്പിൾ ആണ്. ഇന്നത്തെ ചിത്രങ്ങൾ മതി, ഒരുപാട് പഠിക്കേണ്ട, ഒരുപാട് പഠിച്ച കൺഫ്യൂഷൻ വരെയോ. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് കഴിയുമ്പോൾ കളക്ട് ചെയ്യാൻ നോക്കി ഇതുവരെ ഒരുപാട് കളക്ട് ചെയ്യാനുണ്ട്. പ്രീറ്റ്, ഫ്ലോക്ക്, ജൂറി, ഒരുപാട് ജഡ്ജസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ ജൂറി എന്ന് പറയാം. പിന്നെ കളിക്കാര് അല്ലെ, കളിക്കാരെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയാ, പ്ലേയേഴ്സ് എന്ന് പറയാം അല്ലെ, പ്ലേയേഴ്സ്. പിന്നെ അവരൊരു ആ പ്ലേയേഴ്സിന്റെ ഗ്രൂപ്പിൽ നമ്മൾ എന്താ പറയാ, ടീം കളക്ട് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് കളക്ട് ചെയ്യാനുണ്ട്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കണം ഏറ്റവും പറ്റും. അല്ലെങ്കിൽ മറന്നു പോകണല്ലോ. നിങ്ങൾ നമ്മളെ എഫർട്ട് എടുത്ത് പഠിക്കുമ്പോൾ നമ്മളത് ഒരിക്കലും മറക്കില്ല, നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. അപ്പൊ ഓക്കെ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ എപ്പോഴും ക്ലാസ് ആയിട്ട് പോകുന്നത് ബോറിംഗ് ആണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ ഇംഗ്ലീഷ് ക്ലാസ്? സത്യം പറയും. ഇല്ല ഇല്ല മാം, നമ്മളെല്ലാം പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ബോറിംഗ് ആവുമ്പോൾ പറയണം കേട്ടോ. മിസ്സേ മതി, മിസ്സേ ബോറടിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ടോപ്പിക് മാറ്റാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള ഫ്രീഡം ഉണ്ട് ക്ലാസ്സില്. എന്തും പറയാം. മനസ്സിലാവുന്നില്ല, മിസ്സേ മനസ്സിലാവുന്നില്ല, മിസ്സേ സ്പീഡ് കൂടുന്നുണ്ട്, എന്തും പറയാം. ഓക്കെ, മിസ്സിന് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേണ്ട അച്ഛനൊന്നും വിചാരിക്കില്ല, പ്രത്യേകിച്ച് ഞാനൊന്നും വിചാരിക്കും. ഓക്കെ, സ്കൂളാണോ നിങ്ങള്? സെക്കൻഡ് ക്ലാസ് എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണ്. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? എല്ലാം ചെക്ക് ചെയ്തോ? അപ്പോ ഗ്രൂപ്പില് നിങ്ങൾ ഡിസ്കസ് ചെയ്യാട്ടോ. ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഓരോരുത്തർ പറയുമ്പോ അത് കുറച്ചുകൂടി ക്ലിയർ ആകും, എക്സാമ്പിൾസ് കുറച്ചുകൂടി ക്ലിയർ ആകും. നിങ്ങൾ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരുത്താം. ഓക്കെ, നല്ല തിക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക, എന്തും ഷെയർ ചെയ്യാം. എന്ത് മീൻസ് എനിക്ക് പറയാൻ നമ്മുടെ ചാപ്റ്റർ വൈസ് ആണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് വൈസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പലരും പല രീതിയിലാണ് പഠിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വേ ഓഫ് ലേണിംഗ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. എല്ലാം ഡിഫറെന്റ് ആണ്. വേ ഓഫ് ടീച്ചിങ് വ്യത്യാസം ഉണ്ടാവും. സോ പറഞ്ഞു കൊടുക്കുന്ന വ്യത്യാസം ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പറയുമ്പോൾ മനസ്സിലാവാത്തവർക്ക് കുറച്ച് മനസ്സിലാവുകയും ചെയ്യും, മനസ്സിലായവർക്ക് അതിൽ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ എപ്പോഴും ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ തമ്മിൽ കണക്ഷൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇനി? ഇല്ലെന്ന് പറയൂ കേട്ടോ. ഒന്നുമില്ല, മിസ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചൂടെ നിങ്ങൾക്ക്? എന്താണെങ്കിലും സൈലന്റ്. ക്ലാസ് എടുക്കാത്തത് വേറൊന്നുമല്ല കേട്ടോ. ഇപ്പൊ നാല് നൗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി കുറച്ച് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ഉള്ളൂ. കാരണം ഈ 4 കുറച്ചും കൂടെ ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് പോകുള്ളൂ. വെറുതെ നമ്മൾ ഇതിന്റെ സ്പീഡിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. കൺഫ്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്, ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ അല്ലേ? നിങ്ങൾ വിചാരിച്ചത് ഇംഗ്ലീഷ് ടഫ് അല്ലല്ലോ? ടഫാണോ? അല്ല. ഗ്യാപ്പ് ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെയുണ്ട്? ഓക്കെ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാം. ഓക്കെ ആണ്. യെസ്. പിന്നെന്താണ്? സോ പിന്നെന്താ പറയാ, ഒരു കാര്യം ചെയ്യൂ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു പറയാ. ക്ലാസ് അടിപൊളിയായിരുന്നു മാം. പക്ഷെ എല്ലാരും പറയുമ്പോൾ അതുപോലെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് പറയാണ്ടിരിക്കുന്നത്. നല്ല എനർജി ഉള്ള ക്ലാസ് ആണ്. നമ്മളിങ്ങനെ പിടിച്ചിരുത്തി മനസ്സിലാക്കുന്ന ക്ലാസ് ആയിരുന്നു. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് മാം പറഞ്ഞിരുന്നോണ്ട് ഒട്ടും അറിയില്ലെന്ന് പറഞ്ഞവർക്ക് പോലും പെട്ടെന്ന് പഠിക്കാൻ പറ്റും.
അതുപോലെ ഓൺലൈൻ ക്ലാസ് ആണെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ പേടിയില്ലായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചതൊക്കെ ഇതുവരെ എടുത്താൽ ഈ ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ദിശാരാമായാലും അശ്വിനി മാമായാലും എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഭവം. നമ്മൾ കോളേജിൽ പോയിരിക്കുമ്പോൾ അതേ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സിനെ പോലെ തന്നെ അപ്പൊ എനിക്കിവിടെ ഓൺലൈൻ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ഗ്രാമർ ക്ലാസ് എപ്പോഴും ഉറക്കം വരുന്ന ക്ലാസ് ആയിരുന്നു, പക്ഷെ മാം എടുക്കുമ്പോൾ അത് നല്ലൊരു ഇതായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട്. Okay. Yeah. Thank you for your valuable opinion. Then പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വന്നത്, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ അല്ലെ? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തവരെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞേ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്യും. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഒരുവിധം എഴുതാനൊക്കെ കഴിയും, പക്ഷെ എനിക്ക് സംസാരിക്കാനൊരു ടെൻഷനാണ്. കിട്ടുമോ, എവിടെയെങ്കിലും തെറ്റിപ്പോവോ? എൻ്റെ ഹസ്ബൻഡൊക്കെ നന്നായി സംസാരിക്കും. അപ്പോൾ ആളുമായിട്ടൊരു ചലഞ്ച് വെച്ചിരുന്നു. ഇപ്പോഴൊന്നല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പോൾ 10 years ആയി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കില്ല എന്ന്, പക്ഷെ എനിക്ക് കഴിയണില്ല. ഞാൻ കുറച്ചൊക്കെ പിടിച്ചു നിന്നിട്ട് പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോവാ. അപ്പൊ പിന്നെ പരിപാടി നിർത്തി. എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായി. പിന്നെ എനിക്കിപ്പോ എന്തോ ഒരു കോൺഫിഡന്റ് വന്നതാണ്. പറയാം, അങ്ങനെ സംസാരിക്കാം. അങ്ങനെയാണ് ഇന്ന് ക്ലാസ്. എന്റെ മൈൻഡിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി എന്ന്, പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു സ്കില്ല് കുറവാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നമ്മള് സംസാരിക്കാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു ടെൻഷനും ആ ഒരു ഫ്ലുവൻസി ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് ഈ കോഴ്സിൽ ഇത് സംസാരിക്കാൻ പറ്റും. മാക്സിമം ഞാൻ അതിനുള്ള ചാൻസ് തരും. ഓപ്പർച്യൂണിറ്റീസ് എന്താണുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ മിസ്. പിന്നെന്താണ് പറഞ്ഞവർക്ക് എക്സ്പീരിയൻസ് പറയൂ. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് പറയൂ. മിസ് ഡിഗ്രിക്കൊക്കെ പോയി, അന്നേരം ഗ്രാമർ പഠിപ്പിച്ചു. പക്ഷെ അന്നേരം ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്ന അല്ലാണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോയി. പക്ഷെ ഇത് നല്ല വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ടീച്ചറുടെ ചിരിച്ചുള്ള മുഖം ഉണ്ടല്ലോ, അതാണ് നമുക്കും കൂടെ ഒരു എനർജി ഉണ്ടാവും. നമ്മൾ എത്ര തൂങ്ങി പിടിച്ചിരുന്നാലും നല്ലൊരു ക്ലാസ് ആണ് ടീച്ചറിന്റെ. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഞാൻ എവിടെ ഫീലുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, മലയാളത്തിൽ തന്നെയാണ്. പിന്നെ എനിക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണതിന് വലിയ പേടിയില്ല. ഞാൻ ഇതിനു മുമ്പ് സൂമിലൊക്കെ ഇതുപോലെ മീറ്റിങ്ങിലും പഠിക്കാനും ഒക്കെ വേണ്ടി ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ഓൺലൈനിൽ ഇരുന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പലർക്കും പേടിയാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ പേടി ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറയണതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷിൽ ഇനിയിപ്പോ പയ്യെ നമുക്കൊരു പേടിയുണ്ടല്ലോ, നമ്മൾ പറയണത് ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇനിയിപ്പം മാമിന്റെ ക്ലാസ് ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തേലും പറയാനായിട്ട് ഇനിയും ശ്രമിക്കും. ഈ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പറഞ്ഞാൽ നല്ലതാണ്, പക്ഷെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ പറയാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവസരങ്ങൾ തരുന്നുണ്ട്. അത് മാക്സിമം ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കൂടി മിക്കവർക്കും പേടിയാണ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത്. ഇപ്പൊ വീഡിയോ പോലും നമ്മൾ ഓണാക്കുന്നില്ല. ഓണാക്കി കൂടി സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതിനേക്കാളും പേടിയായിരിക്കും. പക്ഷെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നമ്മുടെ സൗണ്ട് ഒന്ന് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വരെ എല്ലാവർക്കും ഇപ്പൊ പേടിയാണ്. പക്ഷെ ഇങ്ങനത്തെ അവസരം കിട്ടി എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പയ്യെ മലയാളത്തിലായാലും മതി നമ്മുടെ സൗണ്ട് ഒന്ന് എല്ലാവരും കേൾക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വരണം. പയ്യെ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ക്യാമറയും കൂടെ ഓൺ ചെയ്യും. ഓക്കെ. മിക്ക ക്ലാസ്സിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും. ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുക. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ആദ്യം അൺമ്യൂട്ട് ചെയ്യാൻ ടെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ക്യാമറ ഓൺ ചെയ്യാൻ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിക്കോളും. നമുക്ക് തന്നെ അറിയാൻ പറ്റും. അത് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഇൻക്രീസ് ആവും. പിന്നെ നിങ്ങൾക്ക് എന്തും സംസാരിക്കാം. പിന്നെ നിങ്ങൾ ഫ്രീ ആയി. ഓക്കെ. അത്രയേ ഉള്ളൂ. എന്ത് പ്രോബ്ലംസ് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ നോക്കാം. പേടിച്ച് പോകരുത്. ഫേസ് ചെയ്യാം. നമ്മൾ എല്ലാ പ്രോബ്ലം ഫേസ് ചെയ്തല്ല ഇവിടെയും കണക്ട് ചെയ്ത് അല്ലെ? എല്ലാവരുടെ ലൈഫിലും എല്ലാവർക്കും ഉണ്ടാവാം എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. അതിനും വലുതല്ല ഈ അൺമ്യൂട്ട് ചെയ്യുന്നതും ക്യാമറ ഓൺ ചെയ്യുന്നതും. അങ്ങനെ മനസ്സിലാക്കും. ഓക്കെ. ഏതൊരു നിങ്ങൾ ജോയിൻ ചെയ്ത ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും
നിങ്ങൾ ഫേസ് ചെയ്ത ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം അല്ലെ, എല്ലാം മറികടന്നായിരിക്കാം നിങ്ങൾ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെ, ആരാണെങ്കിൽ പോലും ഇന്ന് എവിടെയെങ്കിലും ആരെങ്കിലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആരും എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പോലും നിങ്ങൾ പോലും. അപ്പൊ അതിന് വലുതൊന്നും അല്ല ഈ ക്യാമറ ഓൺ ചെയ്യലും മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, ഇത്രയും വിചാരിക്കാം. ഓക്കെ, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ബി കോൺഫിഡന്റ് ഓൾവേസ്. ഓക്കെ, ഹാപ്പി. That's all. So sign out. Sign out പറയൂ. അതിന്റെ പേര് സൈൻ ഔട്ട് പറയാനെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരൊന്നും ഇല്ല. ആണോ? ഞാൻ പറയാം. എന്റെ പേര് മുംതാസ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടാ പറയണേല്. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്. മൈ നെയിം ഇസ് മുംതാസ്. ഐ എം ഫ്രം പുത്തഞ്ചിറ. ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ ആദ്യം, ചെയ്തിട്ട് ഞാൻ പറയാം. I have 3 children. Eldest son was working in dental technician, and second daughter a degree, and third one +1. I am working in Putanjira CDS. My husband is working in Saudi Arabia. ഇനി ബാക്കി സൈൻ ഔട്ടിലോട്ട് ബാക്കി അടക്കാം കേട്ടാ. കുഴപ്പമില്ലല്ലോ എങ്ങനെ പറയണോണ്ട്. എപ്പോഴും ഇനിയിപ്പോ എല്ലാ ദിവസവും സൈൻ ഔട്ട് ഉണ്ടാവുമല്ലോ, അപ്പൊ എപ്പോഴും ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൈൻ അല്ല, ഔട്ട് എപ്പോഴും അല്ല, മിസ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. Today discuss about classroom English and noun and pronouns. Today Ashwati Miss class was very good. We understand well and enjoyed today class. Thank you for using your valuable time for us. Thank you, dear friend, for your great participation throughout the class. Thank you, ma'am. Thank you all, and see you in the next class, and have a nice day. Okay, yeah, thank you all. Thank you, Mudas. Thank you, ma'am. Thank you so much. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.